ക്രിമിനൽ ജസ്റ്റിസ് എ ഫാമിലി മാറ്റർ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സീരീസാണിത്. കുറച്ച് ദിവസം മുന്നേ വരെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഓരോ സീസൺ ഇടാറുണ്ട്. ഇപ്പോൾ ഡിമാൻഡ് കൂടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും മാത്രമേ ഇടുന്നുള്ളൂ. എനിക്ക് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ സീരീസൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് കണ്ട് കൂറപ്പടങ്ങളും കാണാറുണ്ട്. അപ്പോൾ ഇതെന്താ സംബന്ധിച്ച ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് മനസ്സിലാവും എന്താ സാധനം എന്ന്. പക്ഷെ ഇത് ഒരു തരത്തിലും പിടിതരുന്നില്ല. കഥ ചുരുക്ക രൂപത്തിൽ പറയാം. എനിക്ക് അവസാനം എന്തുണ്ടാവണേ കഥയല്ല, ചെറിയൊരു ഔട്ട്ലൈൻ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അവസാനം ആർക്കും അറിയില്ല, സാധനം പുറത്ത് വന്നിട്ടില്ല എന്തായാലും. ഒരു ഡോക്ടറുണ്ട്. ഡോക്ടറുടെ ഭാര്യയായിട്ട് സെപ്പറേറ്റഡ് ആണ്, ഡൈവോഴ്സ് ആയിട്ടില്ല. തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അവർക്ക് ഒരു മോളുണ്ട്. മോൾക്ക് ഇച്ചിരി വയ്യായൊക്കെ ഉള്ള മോളാണ്. അവരെ നോക്കാൻ വരുന്ന ഒരു നേഴ്സായിട്ട് ഇയാൾ പ്രണയത്തിലാകുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയുടെ എന്ന് വെച്ചാൽ മോളുടെ ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയിൽ ഇവർ തമ്മിൽ ക്ലാഷ് ഉണ്ടാകുന്നു. പിറ്റേ ദിവസം ഈ ഡോക്ടർ ജോഗിങ്ങിന് പോയ സമയത്ത് ഈ നേഴ്സ് ഫ്ലാറ്റിൽ മരിച്ചു കിടക്കുന്നത്. ആ സമയത്ത് ഈ 13 വയസ്സുള്ള മോള് മാത്രമേ ഉള്ളൂ. തൊട്ട് ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ ഭാര്യയുണ്ട്. സെപ്പറേറ്റഡ് ആണ്, പക്ഷെ ഡൈവോഴ്സ് അല്ല കേട്ടോ, പിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഇത് ആരെ കൊന്നേ എന്നതാണ് ഇതിൻ്റെ സാധനം. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവളെ എന്ന് വെച്ചാൽ നമുക്ക് തോന്നും ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടറായിരിക്കും കൊന്നേ, അപ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് വിടും. അത് കഴിഞ്ഞ് നമുക്ക് തോന്നും ആരാ കൊന്നേ, ഭാര്യ കൊന്നേന്ന്, അപ്പോൾ ട്വിസ്റ്റ് ചെയ്ത് വിടും. അതുപോലെ തന്നെ വേലക്കാരിയാണോ കൊന്നേന്ന് വിചാരിച്ചാൽ അത് ട്വിസ്റ്റ് ചെയ്ത് വിടും. ഈ നഴ്സിന് മുന്നേ ഒരു കാമുകനുണ്ടായിരുന്നു, അവളാണോ കൊന്നേന്ന് വെച്ചാൽ ട്വിസ്റ്റ് ചെയ്ത് വിടും. പിന്നെ വീട്ടിലൊരു മോളുണ്ട്, അവളെ കൊന്നേന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്, പക്ഷെ അതാരും ട്വിസ്റ്റ് ചെയ്ത് വിട്ടിട്ടില്ല. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആക്കുക കേട്ടോ. ഇതുവരെ സാധനം പുറത്ത് വന്നിട്ടില്ല. ഞാൻ വെയിറ്റിംഗ് ആണ് ഭയങ്കരമായിട്ട് ഇത് വരാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് കാണാത്തവർ കാണണേ. അതുപോലെ തന്നെ കണ്ടവർക്ക് എന്തെങ്കിലും അന്തം കൊന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഭയങ്കര നല്ലൊരു സംരംഭമായിട്ട് എനിക്ക് തോന്നി.